Hello my students. From the previous classes we discussed about the different forms of energies. Okay. And also we discussed the mechanism of a generator and what are the forms of energies produced and what we useful and not useful. Okay. All are you cleared? Yes. Okay, today we are going to learn about a new topic that is when ice melts. Okay, all are you ready? Yes. So, first of all of you take your textbook and notebook. Okay, all are you take it? Yes. When ice melts, what do you mean by when ice melts? അതായത് ഐസ് ഉരുകുമ്പോൾ അതാണ് പറയുന്നത്. So let's see. Take some ice cubes in a beaker and heat it as shown in the figure. What changes do you observe? നമ്മളൊരു നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്യാസിൽ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ഹീറ്റ് ചെയ്യാം. വാട്ട് ഇസ് ദ ചേഞ്ച്? എന്ത് ചേഞ്ചാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? യെസ്, ദ ഐസ് ക്യൂബ് മെൽറ്റ്സ് ആൻഡ് ടേൺസ് ഇൻ ടു വാട്ടർ. ഐസ് ക്യൂബ് ഹീറ്റ് ചെയ്താലും അല്ലെങ്കിലും അതെന്താണ് കുറച്ച് ടൈം അങ്ങനെ വെച്ചാൽ ഓഫ് കോഴ്സ് ഇറ്റ് ടേൺസ് ടു മെൽറ്റ് ആൻഡ് വാട്ടർ. അത് മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആകുന്നുണ്ട്. വെൻ ഇറ്റ് ഫർദർ ഹീറ്റഡ് ഇറ്റ് ടേൺ ടു ഇറ്റ്സ് ഗാഷിയസ് ഫോം. ആ ഒരു വാട്ടറിനെ നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ യെസ് ദ വാട്ടർ ചേഞ്ചസ് ഇൻ ടു ദെയർ ഗാഷിയസ് ഫോം ആസ് വാട്ടർ വേപ്പർ. സോ നമ്മൾ ഒരു ഐസ് ക്യൂബ് സോളിഡ് സ്റ്റേറ്റിന് 3 സ്റ്റേറ്റ്സ് പ്രസൻറ്റ് ആണ്. ദാറ്റ് ഇറ്റ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. വാട്ട് ആർ ദ 3 സ്റ്റേറ്റ്? യെസ്, solid, liquid and then gas. So solid സ്റ്റേറ്റിലാകുമ്പോൾ ഐസ് ക്യൂബ്സ് ആയിട്ടാണ് കാണുന്നത്. ദെൻ ലിക്വിഡ് സ്റ്റേറ്റിലാകുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ. ദെൻ എഗെയിൻ അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇസ് ഇറ്റ്? യെസ്. സോ when it further heated, it turned to its gaseous form as water vapor. Okay. Which form of energy was utilized by ice to undergo the changes? ഐസിന് ഈ ചേഞ്ചസ് ഉണ്ടാവാൻ വിച്ച് ഫോം ഓഫ് എനർജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? യെസ്, ഐസ് വാട്ടർ ആവാൻ വേണ്ടി നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ വി യൂസ്ഡ് ദ എനർജി ഓഫ്, യെസ് വെരി ഗുഡ്, ഹീറ്റ് എനർജി വി യൂസ്ഡ്. ഓക്കെ, ആൻഡ് നൗ ഹീറ്റ് ദി വാട്ടർ obtained when ice melted. Note down the changes. The water transformed to its gaseous state as water vapor. വാട്ടറിനെ നമ്മൾ എഗെയിൻ ഹീറ്റ് ചെയ്താൽ യെസ് ഇതിൻ്റെ ഗ്യാഷ്യസ് ഫോമിലായിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ. Can the steam be converted back into water? ഈ സ്റ്റീം, അതായത് ആ ഒരു നീരാവിയെ നമുക്ക് വാട്ടർ ആക്കാൻ പറ്റുമോ? What change should be brought about in this experiment to make this possible? Put out the spirit lamp and stop heating. എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റീമിനെ വാട്ടറാക്കി മാറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? പുട്ട് ഔട്ട് ദ സ്പിരിറ്റ് ലാമ്പ് ആൻഡ് സ്റ്റോപ്പ് ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് അലോ ദ സ്റ്റീം ടു കൂൾ. ആ ഒരു സ്റ്റീം, ദാറ്റ് മീൻസ് നീരാവി, ആ ഒരു സ്റ്റീമിനെ കൂൾ ചെയ്യാൻ വെക്കുക. ഇറ്റ് ടേൺസ് ടു വാട്ടർ. സോ അവിടെ സ്റ്റീം കൂൾ ചെയ്താൽ ഓഫ് കോഴ്സ് ഇറ്റ് ടേൺസ് ടു വാട്ടർ. ഓൺ ഫർദർ ഹീറ്റ് കൂളിംഗ്. സോ അപ്പോൾ അത് അവിടെ എന്താണ്? ജസ്റ്റ് വാട്ടറായി. ദ സ്റ്റീം ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. ഓൺ ഫർദർ കൂളിംഗ് ജസ്റ്റ് ആ വാട്ടർ കൂൾ ചെയ്താൽ എന്താണ്? ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഐസ്. ഓക്കെ. So all are you got it? Okay. The steam is again converted into water through this experiment.
Yes? Okay. Now, can the water be converted into ice again? വാട്ടറിനെ again ice ആക്കാൻ പറ്റുമോ? What method can be adopted for this? Let's see. Okay. Ice absorb heat energy and changes into water its liquid state. So here the ice absorb heat energy and it changes into water. So ice heat energy absorb ചെയ്തിട്ട് water ആയി change ചെയ്യും. That's the liquid state. When water further absorb heat energy, it gets converted to steam. ഈ വാട്ടറിനെ ഹീറ്റ് എനർജി പിന്നെയും അബ്സോർബ് ചെയ്യുമ്പോൾ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. ദാറ്റ് ഈസ് ദ gaseous state. When the steam loses heat energy, it again changes into water. സോ ആ സ്റ്റീമിനവിടെ എന്താണ് അവിടെ ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടാൽ ഇറ്റ് ബാക്ക് ഇൻ ടു വാട്ടർ. അതെന്താണ് വാട്ടറായി മാറും. വെൻ ഹീറ്റ് എനർജി ഈസ് ഫർദർ ലോസ്റ്റ്, പിന്നെ അവിടെ ഹീറ്റ് എനർജി ലോസ്റ്റ് ആയാൽ ദി വാട്ടർ ഗെറ്റ് ചേഞ്ചസ് ഇൻ ടു ഐസ്. സോ ഫസ്റ്റ് എന്താണ് ഐസ് ദാറ്റ് അബ്സോർബ് ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യാണ്. സോ ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്താൽ ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. ഓക്കെ, ദെൻ പിന്നെയും അബ്സോർബ് ചെയ്തു. എഗെയിൻ അബ്സോർബ് ചെയ്യുമ്പോൾ ഇറ്റ്സ് കൺവേർട്ടഡ് ടു സ്റ്റീം. ദാറ്റ്സ് ദ gaseous form. ഓക്കെ, ഇത് എന്താണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ നടക്കുന്ന റിയാക്ഷനാണ്. വെൻ ഇറ്റ് റിലീസസ് ഹീറ്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ലോസസ് ഹീറ്റ്, അവിടെ ഹീറ്റ് ലോസ് ആവും. അബ്സോർബിന് പകരം ഹീറ്റ് ലോസ് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആരോ മാർക്ക് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. സ്റ്റീം എന്തായിട്ട് മാറും? വാട്ടറായിട്ട്. ദെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ് വെൻ ഹീറ്റ് ലോസസ്. ഓക്കെ, സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. Substances undergo change of state when they absorb or release adequate heat energy. അതായത് ഒരു സബ്സ്റ്റൻസിന് മാറ്റം വരുന്നത് എപ്പോഴൊക്കെയാണ്? ഇറ്റ്സ് വെൻ ഇറ്റ് അബ്സോർബ് ഓർ റിലീസ് അഡിക്വേറ്റ് എനർജി. എനർജീസ് അബ്സോർബ് ആൻഡ് റിലീസ് ചെയ്യുന്ന ടൈംസിലാണ് സബ്സ്റ്റൻസിന് ചേഞ്ചസ് വരുന്നത്. ഓൺ അബ്സോർബിങ് ഹീറ്റ് എനർജി they change from the solid state to the liquid state and then to the gaseous state. So നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും ദെൻ ഇറ്റ് കൺവേർട്ട് ടു gaseous state when absorb heat energy. Okay, then the substance get converted from the gaseous state to the liquid and then solid state by releasing heat energy. ഓക്കെ, അതായത് ഈ ആരോ മാർക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ് അബ്സോർബ് ഹീറ്റ് എനർജി. ഇത് ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇതെന്താണ്? ഗ്യാസ് ലിക്വിഡ് ഫോം ആവും, ലിക്വിഡ് ദെൻ സോളിഡ് ഫോം ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. With the help of these hints, complete the flow chart. അവിടെ ഒരു ഫ്ലോ ചാർട്ട് കണ്ടോ? ഐസ് ക്യൂബ്, ദെൻ ഡാഷ്, സ്റ്റീം. ആരോ മാർക്ക് ശ്രദ്ധിച്ചിട്ട് അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ്? ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണോ, റിലീസ് ചെയ്യുകയാണോ, വാട്ടർ ആണോ, സ്റ്റീം ആണോ, ഐസ് ക്യൂബ്സ് ആണോ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള വർക്ക് ജസ്റ്റ് എല്ലാവരും ഫ്ലോ ചാർട്ട് നോട്ട്ബുക്കിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, when we have seen that ice, water and steam are the three status of water. So ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, what are the three status of water? So the three status of water are ice, water and steam. Those are the three status of water.
ice എപ്പോഴാണ്? Yes, when it is in solid state. Then water when it is in liquid state. Then steam when it is in gaseous state. Okay. Is energy absorbed or released when steam is changed into water and then into ice? ഈ സ്റ്റീം വാട്ടറും ഐസും ആകുമ്പോൾ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് റിയാക്ഷൻ വരുന്നത്. ഓക്കെ, സ്റ്റീം വാട്ടറും ഐസും ആകുമ്പോൾ ഇവിടെ എനർജി റിലീസ് ചെയ്യാണോ അബ്സോർബ് ചെയ്യാണോ? യെസ്, വെരി ഗുഡ്. എനർജി ഈസ് released. Okay, then the next question, which among the three states has the maximum amount of energy? ഇതിൽ ഈ ഒരു 3 സ്റ്റേറ്റിൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി എവിടെയാണ്? യെറ്റ്സ് ഗുഡ്, ഇൻ ദി ഗാഷിയസ് സ്റ്റേറ്റ് ഓർ സ്റ്റീം. അതായത് ഇവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ എഗെയിൻ ഹീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയാണ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മിനിമം ലെവൽ ഓഫ് എനർജി സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഐസിലാണ്. ഓക്കെ, then which state has the minimum amount of energy? Yes, ice cube, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള. ഓക്കെ, സോ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കുക ആൻഡ് ആൾസോ കംപ്ലീറ്റ് ദ 3 questions. Okay, then the next here the small work for you, that's let's make an ice doll. ice doll ഉണ്ടാക്കുക. സോ 2 ഹിൻസ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് വീട്ടിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഐസ് ഡോൾ ഉണ്ടാക്കാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഹിൻസ് പറഞ്ഞു തരാം. മേക്കിംഗ് ദി മോഡൽ ഓഫ് ആൻ എഗ് യൂസിങ് വാക്സ്. അതായത് വാക്സ് യൂസ് ചെയ്തിട്ട് എഗ്ഗിൻ്റെ മോഡൽ ഉണ്ടാക്കുക. എങ്ങനെ അത് ഉണ്ടാക്കാം? നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഒരു എഗ്ഗ് ഷെല്ല് എടുക്കാം. എഗ്ഗ് ഷെല്ല്, അതായത് എഗ്ഗ് ഷെല്ല് മാത്രം മതി, അതിനുള്ളിലൊക്കെ കളഞ്ഞിട്ട് എഗ്ഗ് ഷെല്ല് എടുത്തിട്ട് എന്ത് ചെയ്യുക? വാക്സ് എടുക്കുക. വാക്സ് എടുത്തിട്ട് മെഴുക് അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്യാം. മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് പോറിറ്റ്, അതായത് ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്യാൻ വെക്കുക. എന്നിട്ട് ആ വാക്സ് മെൽറ്റ് ആയത് കൂൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് തണുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ഈ എഗ്ഗ് ഷെല്ലിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. സോ അവിടെ എന്താണ്? ഒരു എഗ്ഗ്, അതായത് വാക്സ് കൊണ്ടുണ്ടാക്കിയൊരു എഗ്ഗ് മോൾഡ് നമുക്കവിടെ ലഭിക്കും. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സസ്പെൻഡിങ് ആൻ ഐസ് ബാൾ യൂസിങ് എ ത്രെഡ്. അതായത് ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുക ആൻഡ് ഇത് ഫ്രീസറിൽ വെക്കുക. സോ എന്താണ്? അവിടെ നമുക്കൊരു ഐസ് ബോൾ കിട്ടും. സോ ഈ 2 വർക്കൊന്ന് എല്ലാവരും ചെയ്യാം. Okay, the next topic is, it is the change of state that gave us those beautiful shapes. ഇവിടെ ബക്കറ്റ്, ചെയർ ആൻഡ് ചില നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മളോട് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വെൻ ഗേവ് ആസ് ദിസ് ബ്യൂട്ടിഫുൾ ഷേപ്പ്. ഇതൊക്കെ ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്, ഞങ്ങൾക്ക് ഓരോ ബ്യൂട്ടിഫുൾ ഷേപ്സ് തന്നപ്പോൾ. സോ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആ ഒരു വാട്ടറിൻ്റെ ആണ്. സോ ഇനി ഒരു സോളിഡ്സിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, examine some of the situations in daily life given in the table. സോ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഈസ് ഹീറ്റിംഗ് സോളിഡ് ഗീ. ഗീ മീൻസ് നെയ്യ്. നെയ്യ് ഒരുക്കുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റേറ്റ് ഓർ ഇൻ ഷേപ്പ്. എന്താണ് അതിന് ചേഞ്ച് ആവുക? വെൻ ഹീറ്റിംഗ് ദി സോളിഡ് ഗീ, yes, of course it melts. Okay, then cutting vegetables cut ചെയ്യുമ്പോൾ of course it becomes smaller pieces. Okay, and the next one is heating a PVC pipe. ഒരു PVC pipe heat ചെയ്യുമ്പോൾ it expands. And heating wax means മെഴുക് heat ചെയ്യുമ്പോൾ yes it melts. And tearing paper കീറുമ്പോൾ എന്താണ്? ഇറ്റ്സ് അത് സ്മോൾ പീസസ് ആകുന്നുണ്ട്. ദെൻ ബ്രേക്കിംഗ് എ ബോട്ടിൽ, ഒരു ബോട്ടിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് സ്മോളർ പീസസ്. ദെൻ ഹീറ്റിംഗ് ലാക്ക് മീൻസ് അരക്ക്, അത് ഹീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ്സ് മെൽറ്റ്സ്.
ആൻഡ് ക്രംബ്ലിംഗ് പേപ്പർ ക്രംബ് ചെയ്യുമ്പോൾ ദാറ്റ് ചേഞ്ച് ദെയർ ഷേപ്പ്. സോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. സോ ഐ എം ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ്, ആർ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ എനി ഓഫ് ദി എബോവ് സിറ്റുവേഷൻസ്? ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ഇല്ല. സോ നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ദാറ്റ് ഒക്കർ? എപ്പോഴൊക്കെയാണ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത്? സ്റ്റേറ്റസിന് എപ്പോഴൊക്കെ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്? യെസ്, മെൽറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഏതൊക്കെയാണ് ഇതിൽ? യെസ്, ഹീറ്റിംഗ് സോളിഡ് ഗീ, അതായത് സോളിഡ് ആയിട്ടുള്ളത് എന്തായിട്ട് മാറി? ലിക്വിഡായിട്ട് മാറിയിട്ട് മെൽറ്റ് ചെയ്തു. ദെൻ വാക്സ് എന്തായിട്ട് മാറി? മെൽറ്റ് ആയിട്ടുണ്ട്. ദെൻ ലാക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. സോ അതാണ് ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ഒക്കർ ചെയ്യുന്നത്. ദാറ്റ് ദ 3 എക്സാമ്പിൾസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദം ഇൻവോൾവ് എ ചേഞ്ച് ഇൻ ഷേപ്പ്? ഷേപ്പിന് വന്നിട്ടുള്ള മാറ്റം എപ്പോഴൊക്കെയാണ്? യെസ്, അതായത് ഹീറ്റിംഗ് എ PVC പൈപ്പ്. ഒരു PVC പൈപ്പ് ഹീറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? സോ അത് ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. സോ ദ ചേഞ്ച് ഈസ് ഷേപ്പ് ഈസ് ചേഞ്ച്. അതിൻ്റെ ഷേപ്പ് അവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് ക്രംബ്ലിംഗ് പേപ്പർ ക്രംബിൾ ചെയ്യുമ്പോൾ എന്താണ്? അതെന്താണ്? അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ചേഞ്ചസ് ഇൻ ഷേപ്പ്. Then the next one, which among them involve a change in size? സൈസിൽ എപ്പോഴൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? യെസ്, കട്ടിംഗ് വെജിറ്റബിൾസ്, ടിയറിങ് പേപ്പർ ആൻഡ് ബ്രേക്കിംഗ് എ ബോട്ടിൽ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ബിക്കം സ്മോളർ പീസസ് ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ദി സൈസ്. So all of you write the questions and answers of each one. Okay. Then the next is physical change. Change in the physical properties such as state, shape, or size is termed as physical change. So what do you mean by physical change, or what is physical change? Yes, that is physical properties വരുന്ന changes. Physical properties may be അതിൻ്റെ shape ആകാം, state ആകാം, അല്ലെങ്കിൽ size ആകാം. That's called physical change. Expansion, melting, breaking, tearing, etc. are all physical changes. Physical changes വരുന്നതാണ് expansion, tearing, breaking, melting. Okay. New substance are not formed during physical changes. So physical change in the time new substance form ചെയ്യുന്നില്ല. Okay. So that's about our class, and all are you doing the works? If you have any doubts, please call me, my students. Thank you. Have a nice day.